അത് ആ കാണുന്നതാണ് നമ്മുടെ ആയുധപുരം. അതിനപ്പുറം കൂട്ടുപുര. അയ്യോ, കൂട്ടുപുരയെന്ന് കേട്ടാ മുൻമനകത്തോട്ട് കയറും. 10 പെറ്റ വയറല്ലേ. ഇവിടെ എന്താ കടവറ? അയ്യോ, അതിനകത്തൊരു പെണ്ണ് കിടക്കുന്നല്ലോ. അവളാണ് മദിരാക്ഷി. ഇവൾ മനസ്സുകൊണ്ടൊരു പുരുഷനെ പ്രേമിച്ചു. അച്ഛയുടെ പെണ്ണ് മനസ്സുകൊണ്ട് പുരുഷനെ പ്രേമിച്ചാൽ മറ്റുള്ളവർ എങ്ങനെ അറിയും? അതെ, പെണ്ണുറക്കത്തിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു എന്റെ അയ്യോ, എന്റെ വർഷത്തിൽ വിളിച്ചു പറയല്ലേ, അവര് തല കൊയ്യും. ഇനി എല്ലാവരും കണ്ണടക്കി നടക്കി. നമ്മൾ എന്തിനാണ് ഈ കണ്ണടച്ചിട്ട് നടക്കുന്നത്? ആ തടവറയിൽ കിടക്കുന്ന മനുഷ്യനെ സ്ത്രീകൾ ആരും കണ്ടുകൂടാ. പൊന്നിയമ്മയ്ക്ക് പുടവ കൊടുത്തിട്ട് ഗുരുവെന്ന് ചൊല്ലി പിന്തിരിഞ്ഞ ദ്രോഹി ദുർഗാവാസൻ. അയ്യോ, നീ ഇവിടെ നിന്നാലേ പൊന്നിയമ്മ തലയെടുത്ത് കളയും. നടക്കും നടക്കും. ഇത് വലിയ അതിശയമായിരിക്കുന്നല്ലോ. കണ്ണപ്പനുണ്ണി, അവന്റെ മുഖത്തെ ആ വലിയ മീശ ഒഴിച്ചാൽ നിങ്ങൾ രണ്ടുപേരെയും കണ്ട ഒരുപോലെ ഇരിക്കും. ഇതിന്റെ പുറകിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. അവന്റെ അച്ഛനമ്മമാരെ പറ്റി നോക്കുന്ന അറിയണം. ശരിയാ, സൂക്ഷിച്ചു വേണം പയറ്റുന്നത്. നമ്മുടെ കള്ളി വെളിച്ച തയ്യാറായി. പശുവെട്ടികളൊക്കെ ഇളകി തുടങ്ങി. അത് അവര് വരുന്നു. നിങ്ങളെല്ലാം കളരിയിൽ അംഗം പിടിച്ചതാണോ? എന്റെ അച്ഛൻ 100 കളരിയിൽ ആശാനായിരുന്നു. ഇവളുടെ അച്ഛന്റെ ചുരിക തടുക്കാൻ എന്നെ കൊണ്ട് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. കൊള്ളാം, നല്ല ഉശിരുള്ള പെണ്ണുങ്ങൾ. ഇന്നത്തേക്ക് ഇത് മതി. എല്ലാരും കുളിക്കാൻ പോകുന്നു. സൗന്ദര്യമുള്ള എത്രയോ പെൺകിടാങ്ങൾ എന്റെ കൺമുമ്പിൽ കൂടി കടന്നുപോയിട്ടുണ്ട്. പക്ഷേ പൊന്നിയമ്മ എന്റെ കരളിൽ കുളിർ കൂടിയിരുന്നു. അപ്പം പുറപ്പെടുന്ന കുഞ്ഞിദേവി അതിപ്പോ എന്നെ ഓർമ്മിപ്പിക്കാതെ. തങ്കക്കുടം പൊന്നിയമ്മയുമായിട്ട് അന്തി ഉറങ്ങണമായിരിക്കും ഇല്ലേ? അതെ, അതിനുവേണ്ടി എന്റെ ജീവൻ വരെ നഷ്ടപ്പെടാൻ ഞാൻ തയ്യാർ. പൊന്നിയമ്മേ, ഞാൻ മേലെ തേച്ച് തരട്ടെ? എടി പെണ്ണ, എന്റെ പുറം ഒന്ന് തേച്ചു തരുമോ? അയ്യോ, നിങ്ങളെന്താ റൗക്കി കഴിക്കാതെ വിളിക്കുന്നത്? പുരുഷന്മാരുടെ മുഷ്ട് അവസാനിപ്പിച്ചതല്ലേ മുടക്കറ്റായിരിക്കുള്ളൂ. എടീ കണ്ണജി, ചെറിയ വെള്ളം താരും. അല്ല പനിയോ ജലദോഷമോ വല്ലതും വരും, തുമ്മല് വരും. വേഗം കയറാൻ. അപ്പോഴേ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നാലേ, അല്ല കുളിച്ചോണ്ടിരുന്നാലേ വീട്ടിലെത്തണ്ടേ? ഏത് വീട്? ഈ താമരക്കുളം. തങ്കക്കുടം, നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ പൂവൊന്ന് മണപ്പിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. വരൂന്നേ. പെണ്ണിനെക്കോട്ടിൽ പുരുഷന്മാർക്ക് വാഴാമോ? ഇല്ല. അതാ അവിടെ ഒരാൾ ഉണ്ടും ഉറങ്ങിയും സുഖിച്ചും കഴിയുന്നു. എവിടെ? അവിടെ
എനിക്ക് ഉടനെ അവന് തല അണിയണം. വരൂ. പറയൂ, അവൻ എവിടെ ഒളിച്ചിരിക്കുന്നു? അവന്റെ തല ഞാൻ എറിഞ്ഞു കളയും. പറയും. അതാ നോക്കണം, എല്ലാം കഴിഞ്ഞ ഒരു പുരുഷൻ കിടക്കുന്നു. ദുർഗാദാസ് പെണ്ണാണ്. അല്ല, ഉഷിരുള്ള ആണ്. പണ്ടൊരിക്കൽ എന്റെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ കൊല്ലാതെ അറയിലിട്ടിരിക്കാണ്. പറയുന്നു, ഈ പുരുഷനെയും ഈ കോട്ടയ്ക്കുള്ളിൽ വേണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ വെളിയിൽ തള്ളാം. പറയുന്നു. നേരാണ് കുഞ്ഞമ്മേ, എണ്ണയും തീയും അടുത്തടുത്ത് വേണ്ട. എന്തോന്നാ ഒരു ദുർഗന്ധം? കുഞ്ഞിന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രത്തിൽ നിന്നാണ് ഈ ദുർഗന്ധം എല്ലാം വരുന്നത്. അത് അഴിച്ചെന്റെ മോളുടെ കൈ കൊടുക്കാമെങ്കിൽ അവള് ശുദ്ധമായിട്ട് കഴുകി ശരിപ്പെടുത്തി. തള്ളക്കെങ്കിലും ഒരു അലിവ് തോന്നിയല്ലോ. ചേട്ടാ, ആ കഴുത്തിൽ കിടക്കുന്ന പുതിനകമാരെ എനിക്കൊന്ന് തരുമോ? ഉള്ളത് തന്നെ മോള് രാത്രി ഒന്ന് ഉറങ്ങുമ്പോ പിച്ചിമ്പയും പറച്ചിലും രാപ്പനിയും ഒക്കെ ഉണ്ട്. പുലിനഹന്മാര കഴിച്ചിട്ടുണ്ട് കിടന്ന പേടിയൊക്കെ മാറും. വസ്ത്രം എല്ലാം അഴിച്ചു തരണം. അങ്ങോട്ട് നോക്കാടി, ഇങ്ങോട്ട് നോക്കാം. ആരത്? ഞാൻ തന്നെ, തങ്കച്ചി. അകത്ത് വരും. ദുർഗാദാസൻ വന്നു നിൽക്കുന്നു. ഈ രോഗി എന്തിനെ മുറിവിൽ കൊണ്ടുവന്നു? കഴുകുമരത്തിൽ ഏറുന്നതിന് മുമ്പ് ഗുരുവിനെ തൊട്ട് വന്നിച്ചിട്ട് പോകാമെന്ന് കരുതി. ക്ഷമിക്കണം. നിർത്തോ കോഴി. ഈ ദ്രോഹിയെ കൊണ്ടുപോയി കോട്ടയ്ക്ക് വെളിയിൽ കണ്ടു. അറിവ് വരാൻ അല്പം വൈകിപ്പോയി. ആ പാദങ്ങൾ തൊട്ട് തൊഴുതിട്ട് പോകാൻ ഒന്ന് അനുവദിക്കണം പൊന്നിയമ്മേ. അവസാനത്തെ ആഗ്രഹമല്ലേ, അനുവദിക്കും. ഇല്ല, ഞാൻ അനുവദിക്കില്ല. ജീവൻ രക്ഷിച്ചെന്നോ ഉടവട തന്നെന്നോ ഗുരുവാണെന്നോ? അതെ, എന്റെ ജീവൻ രക്ഷിച്ച പുരുഷൻ, എനിക്ക് പുഴവ തന്ന പുരുഷൻ, എല്ലാ ആശയങ്ങളും തന്ന് ഒടുവിലെല്ലാം തിരിച്ചെടുത്ത ദുഷ്ടൻ കൊണ്ടുപോകും. ക്ഷമിക്കും പൊന്നിയമ്മേ. ആന കൊടുത്താലും ആശ കൊടുക്കരുന്നുള്ള പ്രമാണം ഞാനങ്ങ് മറന്നുപോയി. ബുദ്ധി വന്നപ്പോ ആ വെണ്ണ ഉരുകിയെന്നോയോ? പൊന്നിയമ്മ, ബുദ്ധി വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ വെണ്ണ ഉരുകിപ്പോയി പൊന്നിയമ്മേ. ഇല്ല, നിങ്ങളെ ഇനി ഞാൻ വിശ്വസിക്കില്ല. പൊന്നിയമ്മേ, സ്ത്രീകളായിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഇറക്കാത്തുള്ളൂ. വേറെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് വരാം. ഈ ദക്ഷിണ ഒന്ന് വച്ചോട്ടെ. പൊന്നിയമ്മേ, പൊന്നിയമ്മേ, ഇതാ ദക്ഷിണ. കൈ നീട്ടിയാട്ടെ പൊന്നിയമ്മേ, കൈ നീട്ടിയാട്ടെ പൊന്നിയമ്മേ. ഓം ഗുരുവേ നമഃ, ഓം ഗുരുവേ നമഃ. പൊന്നിയമ്മേ, പൊന്നിയമ്മേ, ഈ ദക്ഷിണ തന്നിട്ട് പോകാൻ മാത്രമേ ഈ ശിക്ഷന് സാധിക്കുകയുള്ളൂ. എന്നെ അനുഗ്രഹിക്കൂ പൊന്നിയമ്മേ. സ്വന്തം കണ്ണീരിൽ നീട്ടി നീട്ടി എന്നെ മാണിക്യമാക്കി മാറ്റിയ എന്റെ പൊന്നിയമ്മയെ മറ്റാർക്കും ഞാൻ കൊടുക്കില്ല. പൊന്നിയമ്മേ, 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 പൊന്നിയമ്മേ. ശിഷ്യ, ഗുരുവിന് ദക്ഷിണ കൊടുത്തു കഴിഞ്ഞു. തൊഴി, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാം. അയ്യോ വേണ്ട, അല്ലല്ല, കൊല്ലണം. പക്ഷേ ഇപ്പൊ കൊണ്ടുപോയി തടവറയില്. അയ്യോ വേണ്ട, അതെ ഞാൻ പറഞ്ഞിട്ട് മതി. കൊണ്ടുപോകും. ദുഷ്ട, നടക്കും. ഇങ്ങനെയാണ് വെട്ടുന്നത്. നല്ല പയറ് പൊലിയുന്നൊരു വെട്ടേണ്ട പ്രായമല്ലേ. ഇത്രയും വയസ്സായെങ്കിലും എന്റെ വെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ അല്ല തിരുവാറ കളിക്കുന്നല്ലേ? അങ്ങനൊന്നും അല്ല വാൾപ്പായിട്ട് കേട്ടോ. എന്തുണ്ട് പേര്? ദേവദാസി. അയ്യോ, ദേവദാസി ദേവന്റെ ദാസിയില്ലേ? നമ്മൾ ഒരു ദേവന്റെയും ദാസികളാകാൻ പാടില്ല. വേറെ ഈശ്വരനല്ലേ? അയ്യോ, ഈശ്വരനാണെങ്കിലും പുരുഷനല്ലേ? ആണുങ്ങളായിട്ടുള്ള ഒരു ദൈവങ്ങളും നമുക്ക് വേണ്ട.
നീ ഈ കോട്ടക്കകത്ത് എന്ന് ആണുങ്ങളായിട്ടുള്ള എല്ലാ ദൈവങ്ങളുടെയും തല അറിഞ്ഞിട്ട് വരെ ശരി തങ്കച്ചി അമ്മേ. നീ ഇവിടെ പോ. അവിടെ ശരിക്കും അവളെ അറിയുന്നുണ്ടോന്നു. ദൈവമായാലും മനുഷ്യനായാലും പുരുഷനാണോ അവൻ സ്ത്രീയെ വഞ്ചിക്കും. ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണനെ അർജുനെ അള്ളിറാണിയുടെ അന്തപുരത്തിൽ എത്തിച്ചതും കഥയിലല്ലേ? അതുകൊണ്ട് ഇന്ന് മുതൽ നിന്റെ ദേവദാസി എന്നുള്ള പേര് മാറ്റിട്ടേ എത്തിട്ട് ഞാൻ നിന്നെ എന്റെ ദാസി നോക്കാം. വേഗം വരും. കോഴികളുടെ കണ്ണിൽ പെടാതെ എന്റെ രഹസ്യം അറിയില്ല. അയ്യോ, ആന മണി മുഴക്കുന്നു. അതെ അതെ, ആരാത്? കാവൽക്കാരികൾ ഉറങ്ങിയോ എന്ന് നോക്കാൻ വന്നതാണ്. പൊന്നുമേ, ശത്രുക്കളെ കണ്ടിട്ടാണല്ലോ ആന അടയാളം കുറിച്ചത്. അതെ, ശത്രുക്കൾ. അവിടെ പോയി നോക്കി വരൂ. ആരും കിടന്ന് കറങ്ങണ്ട, താണ്ട നിൽക്കുന്നു മുടിത്താഴ കള്ളൻ. ഞാനും എന്റെ മോളും കൂടെ ഒരു പുതിയ കാവല് നോക്കിയതാ. ശരി, വരൂ. എന്നോട് ആരെയും അറിയിക്കാത്ത എന്റെ രഹസ്യത എനിക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് അല്ലേ? ഞാൻ ഇത്ര മഠേനായിപ്പോയല്ലോ. ഈ മണിമന്ദിരത്തിലെ മഹാറാണിയെ മറന്ന് ഞാൻ ഇത്രയും നാൾ കഴിഞ്ഞല്ലോ. കുഞ്ഞിയമ്മേ, എന്താ ഇത്? തണുത്ത് തളർന്ന താമരത്തണ്ട് പോലെ ആയിപ്പോയല്ലോ കയ്യെ. അതെ, ഭയം. എന്തിന്? എല്ലാ പെണ്ണുങ്ങളും അവന്റെ പുരുഷനെ വെറുത്ത് കഴിയുമ്പോൾ ഞാൻ മാത്രം. കുഞ്ഞിയമ്മേ, എന്നാൽ ഞാൻ വീണ്ടും തടവറയിലേക്ക് പോയിക്കൊള്ളാം. അയ്യോ വേണ്ട, എല്ലാവർക്കും അവന്റെ പുരുഷനെ കാണാനുള്ള അനുവാദം ഞാൻ കൊടുക്കാം. കുഞ്ഞിയമ്മയെ വിട്ടിട്ട് പുത്തൂരം വീട്ടിലേക്ക് പോകാനും വയ്യ, പോകാതിരിക്കാനും വയ്യ. നേരാ, ഇവിടെ കരിമ്പും അവിടെ കൽക്കണ്ടുമാണല്ലോ. ചേട്ടാ, കുതിര കോട്ടയ്ക്ക് വിളി എത്തിക്കഴിഞ്ഞു. തങ്കക്കുടം, നമുക്ക് ഉടനെ പോകാം. ഇടാ അമ്പു, ഇതാ രഹസ്യരുടെ താക്കോൽ. നിനക്ക് എന്തെങ്കിലും അപകടം വരുമെന്ന് ഭയം തോന്നിയാൽ അത് തുറന്ന് അകത്ത് കയറി കിടന്നോ. ഇതാ, ധൈര്യത്തിന് കത്തിയും വെച്ചോളൂ. തങ്കക്കുടം, നമുക്ക് ഉടനെ പോകാം. അമ്പു, ഞങ്ങൾ പുത്തൂരം വീട്ടിൽ പോയിട്ട് ഉടനെ വന്നേക്കാം. നീ ഇന്ന് രാത്രി തന്നെ ആ കോട്ടയിൽ കാവലിരിക്കുന്ന ഒരു ആനയില്ലേ, ആ ആനയുടെ കയ്യില് ഒരു മണിയില്ലേ, ആ മണിക്കകത്തൊരു കിടുകാമണിയില്ലേ, അതിന്റെ നോക്ക് പിടിച്ച് ദൂരെ അറിയാം. എന്നിട്ട് വേറെ ആനയെ ആട്ടിക്കൊണ്ട് നിൽക്കുന്നില്ലേ ഒരു വിളക്ക്, ആ വിളക്ക് പിടിച്ചാൽ ചൂടിക്കിടക്കണം. എന്ത്? കോട്ടയിൽ ശത്രുക്കൾ കടന്നു. ഇതാ നോക്കി, മണിയുടെ നാം ആരോ എടുത്തിരിക്കുന്നു. വരൂ.
ഞാൻ തുളുനാട്ടിൽ നിന്നും വരുന്ന വഴി എന്നെ പോലെ ഒരാളെ കണ്ടു. നിന്നെപ്പോലെയോ? അതെ അമ്മേ, ഒരു വ്യത്യാസമില്ല, എന്നെ പോലെ തന്നെ. അയാൾക്ക് ഇവിടെ ഒരു മറവുള്ളത് ഒഴിച്ചാൽ പിന്നെ ഒരു വ്യത്യാസമില്ല. എന്തൊരു അതിശയം അമ്മേ. എന്താ അമ്മ ആലോചിക്കുന്നത്? ഒന്നുമില്ല. നിന്റെ മുറപ്പെണ്ണ് കുഞ്ഞിദേവി അപ്പുറത്തുണ്ട്.